സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ വന്ന് സംസാരിക്കുമ്പോൾ അടുത്ത ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ അയൽക്കാർക്കുമൊക്കെ വലിയ നല്ല ഓർമ്മകളാണുള്ളത്. എപ്പോഴും സന്തോഷത്തോടുകൂടി വളരെ ചിരിച്ച് നല്ല സൗഹാർദ്ദപരമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആകാശ്. ആകാശിന്റെ വീട്ടിൽ അടുത്ത ബന്ധുക്കൾ മാത്രമേ ഇപ്പോഴുള്ളൂ. ഏതായാലും 2 വാഹനത്തിൽ ഇവിടെ നിന്ന് ബന്ധുക്കൾ വിമാനത്താവളത്തിലേക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിൽ സംസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നു വരികയായിരുന്നു. അതൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. കാരണം ഇവിടെയാണ് ആകാശിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വീടിന് മുൻപിലേക്ക് പന്തലിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നതിന് വേണ്ടി കസേരകളൊക്കെ എത്തിയിട്ടുണ്ട്. അടുത്ത ബന്ധുക്കൾ മാത്രമേ ഇപ്പോൾ നിലവിൽ ഈ വീട്ടിനകത്തുള്ളൂ. ആകാശിന്റെ അമ്മയും സഹോദരിയും അടുത്ത ബന്ധുക്കളും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ ഇന്നലെ മുതൽ തന്നെ പലപ്പോഴായി വന്ന് പോയിട്ടുണ്ട്. അയൽക്കാരും ബന്ധുക്കളും ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഒറ്റപ്പെട്ട ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ വരുന്നവർക്കും എന്ത് പറഞ്ഞവരെ ആശ്വസിപ്പിക്കണം എന്ന കാര്യം അറിയില്ല. അതാണ് ഏറെ ഒരു പ്രധാനപ്പെട്ട കാര്യം. വരുന്നവർ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കൊക്കെ മാറി നിൽക്കുന്നു. പ്രത്യേകിച്ചും ആ അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ ഒരു വിഷമം സങ്കടമൊക്കെ നമ്മൾ ഇന്നലെ മുതൽ തന്നെ കാണുന്നതാണ്. മന്ത്രി അടക്കമുള്ളവരൊക്കെ ഇവിടെ വരുമ്പോൾ അവരുടെ ഒരു പ്രതികരണം അവരെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് അറിയില്ല. കാരണം അത്രയ്ക്കൊരു തീരാ നഷ്ടമാണ് യഥാർത്ഥത്തിൽ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ആകാശിന്റെ ഒരു സ്വപ്നമാണ് യഥാർത്ഥത്തിൽ ഈ വീട്. ആകാശ് വിദേശത്ത് പോയി ഒരു 8 വർഷമായി വിദേശത്താണ്. ആ വിദേശത്ത് പോയി ഓരോ രൂപയും സ്വരുക്കൂട്ടി വെച്ചാണ് യഥാർത്ഥത്തിൽ ഈ വീടിൻ്റെ നിർമ്മാണം ഇങ്ങനെ പൂർത്തീകരിച്ചത്. 2ാം നില പണിഞ്ഞത് ആകാശാണ്. അമ്മയ്ക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഇങ്ങനൊരു നല്ലൊരു ഭവനം ഒരുക്കിയത് ആകാശാണ്. ആ ആകാശിനെയാണ്, ആകാശ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അമ്മയ്ക്ക് ഒരു സുരക്ഷിതത്വവും തണലുമൊക്കെയാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ആകാശിന്റെ ചെറുപ്പത്തിൽ 2 വയസ്സോ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിലോ അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് ആകാശിന്റെ അച്ഛൻ മരിക്കുന്നത്. അതിനുശേഷം അമ്മ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഈ 2 മക്കളെയും വളർത്തിയത്. മകളുടെ വിവാഹം നടത്തി. മകളുടെ ഭർത്താവ് വിദേശത്താണ്. ആ വിദേശത്ത് നിന്ന് ഭർത്താവ് എത്തിയാൽ നാളെ പുലർച്ചെയാണ് എത്തുന്നത്. അതിനുവേണ്ടിയാണ് നാളെ സംസ്കാരം നാളത്തിന് വേണ്ടി മാറ്റിയിരിക്കുന്നത്. 2 മണിക്കാണ് സംസ്കാരം നടക്കുക. ഇപ്പോൾ മൃതദേഹം കൊണ്ടുവന്നാൽ തന്നെയും മോർച്ചറിയിലേക്ക് മാറ്റും. ഇവിടെ സമീപത്തുള്ള ഒരു മോർച്ചറിയിലേക്കാണ് മൃതദേഹങ്ങൾ മാറ്റുക. അതിനുശേഷം നാളെ സംസ്കാരത്തിന് മുന്നോടിയായി കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമേ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവരികയുള്ളൂ. അതിനു വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആകാശിന്റെ അടുത്ത ബന്ധുക്കളൊക്കെ തന്നെ 2 വാഹനത്തിൽ ഇവിടെ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് പോയിട്ടുണ്ട്. മൃതദേഹം ഏറ്റുവാങ്ങി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഈ വീട്ടിൽ അങ്ങനെ ആരും തന്നെ ഇല്ല. അമ്മയും സഹോദരിയും ഒക്കെ തന്നെ മാത്രമേ ഉള്ളൂ. അതോടൊപ്പം അടുത്ത ബന്ധുക്കളുണ്ട്. കുറച്ച് അയൽക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയി നിൽപ്പുണ്ട്. അവർക്കൊന്നും തന്നെ ഈ വീട്ടിൽ ചെന്ന് അവരോട് എന്ത് പറഞ്ഞ് അവരെ ഒന്ന് ആശ്വസിപ്പിക്കും. കാരണം ഇപ്പോഴും അതാണ് സ്റ്റെഫിൻ, ഇവരെയൊക്കെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽവാസികളും ഒക്കെ തന്നെ. ആ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ, റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ സ്റ്റെഫിനും അത് കൃത്യമായി മനസ്സിലാവുന്നു.